നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ തൈറോയിഡുമായിട്ട് കണക്ട് ചെയ്ത കുറച്ച് സിംറ്റംസും കൂടെ ഉണ്ട്. പക്ഷേ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോഴും നിങ്ങൾക്ക് അതിന്റെ വാല്യൂ, അതായത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിന്റെ വാല്യൂസ് ഒക്കെ നോർമലാണ്. എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ആന്റി ടി പി ഒ അല്ലെങ്കിൽ ആന്റി തൈറോ പെറോക്സിഡേസ് ആന്റിബോഡി. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ആയ ഹഷിമോട്ടോസ് തൈറോയിഡിസ്, ഗ്രേവ്സ് ഡിസീസ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ആന്റി ടി പി ഒ എലിവേറ്റ് ചെയ്ത് നിൽക്കും. ആന്റി ടി പി ഒ എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ എഫക്ട് ചെയ്യും. നമ്മുടെ ഹെയർ ഭയങ്കര തിന്നാവുകയും ഡ്രൈ ആവുകയും പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരിൽ ഐബ്രോസിൽ ഹെയർ ലോസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. എപ്പോഴാണ് നമ്മൾ ആന്റി ടി പി ഒ ചെക്ക് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ട്, പ്ലസ് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്, പക്ഷേ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ നോർമലാണ്. അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾ ടി പി ഒ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ, നിങ്ങൾക്ക് പോസ്റ്റ് പാർട്ടം അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര ഹെയർ ലോസ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സ് ആണ്, അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവരിലും ആന്റി ടി പി ഒ ചെക്ക് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും. പിന്നെ അടുത്തത്, ഹെയർ ഫോളിന് യാതൊരു കോസും കാണുന്നില്ല, ഇത്രയും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടും പ്രധാനപ്പെട്ട മറ്റു കാരണങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ ആന്റി ടി പി ഒ ചെക്ക് ചെയ്താൽ അത് നിങ്ങൾക്ക് ഗുണമാവും. ഹെയർ ഫോൾ തുടങ്ങിയാൽ ഉടനെ തന്നെ ഓയിൽസ് മാറ്റുക, ഷാമ്പു മാറ്റി മാറ്റി ഉപയോഗിക്കുക. ഇതിന് പകരം ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുക. അതാണ് റിയൽ ഹെയർ കെയർ.